2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പാർലമെന്റ് ഇന്ന് വീണ്ടും ചേരുകയാണ്. സഭാ നടപടികൾ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കവും. ലോക്സഭയിൽ കോൺഗ്രസും DMK ഒക്കെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ സാഹചര്യമുണ്ട്. അദാനി വിഷയം, മണിപ്പൂർ, സംഭാൽ സംഘർഷം എന്നീ വിഷയങ്ങളിലാണ് ഇന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഗൗതം അനന്തനാരായൺ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, വിശദാംശങ്ങൾ. ശനി ഞായർ ദിവസത്തെ ഇടവേള കഴിഞ്ഞ് ഇന്നിപ്പോൾ വീണ്ടും പാർലമെന്റ് സമ്മേളിക്കാൻ പോവുകയാണ്. ലോക്സഭയും രാജ്യസഭയും രാവിലെ 11 മണിക്ക് സമ്മേളിക്കും. ഇന്നും വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭാ നടപടികൾ പ്രക്ഷുബ്ധമാക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ നീക്കം. 3 വിഷയങ്ങളിൽ ഇപ്പോൾ പ്രധാനമായും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒന്ന്, അദാനിക്കെതിരെ അമേരിക്കയിൽ എടുത്തിട്ടുള്ള കേസാണ്. അമേരിക്ക പോലെ മറ്റൊരു രാജ്യത്ത് എടുത്തിട്ടുള്ളൊരു കേസുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശൈത്യകാല സമ്മേളനം പ്രതിപക്ഷ പാർട്ടികൾ പ്രക്ഷുബ്ധമാക്കുന്നത്. ഇത് കൂടാതെ ഉത്തർപ്രദേശിലെ സാംബാൽ ഈ മസ്ജിദിനകത്ത് നടന്ന സർവേയും അതിനെതിരെ നടന്ന അക്രമ സംഭവങ്ങളും ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസുകൾ, അതോടൊപ്പം മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിനാൽ രാവിലെ ചോദ്യോത്തരവേള ഉൾപ്പെടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിനാണ് ഇന്നും സാധ്യത. അങ്ങനെയെങ്കിൽ ഇന്നും സഭാ നടപടികൾ സ്തംഭിക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അനു.